ഞങ്ങൾ ഗൾഫിലുള്ളവർക്കെല്ലാം ഉള്ള പരിപാടിയാണ് ഇടയ്ക്കിടയ്ക്ക് ഈ കറൻസി എക്സ്ചേഞ്ച് റേറ്റ് നോക്കുന്നത്. നാട്ടിലേക്ക് പൈസ അയച്ചാലും ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അത് നമ്മൾ എടുത്ത് നോക്കും. അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ ഓൾ ടൈം ഹൈയിലാണ് നിൽക്കണത്, 26.8. അതായത് ഇവിടുത്തെ UAE-യിലത്തെ ഒരു ദറംസ് എന്ന് പറഞ്ഞാൽ നാട്ടിലത്തെ 26.8 രൂപ. ഞാൻ 4 വർഷം മുമ്പ് ദുബായിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഒരു ദറംസ് എന്ന് പറഞ്ഞ വെറും 22 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അത് അന്ന് ഓൾ ടൈം ഹൈ ആയിരുന്നു. അതിനേക്ക് മുമ്പ് 20 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നമുക്ക് നാട്ടിലേക്ക് പൈസ അയക്കുമ്പോൾ സന്തോഷമുള്ള ഒരു വാർത്തയാണെങ്കിലും നമ്മുടെ ഇന്ത്യൻ കറൻസിയുടെ മൂല്യം ഇടിയണതാണ്. ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക ഡോളറിന് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തുകൊണ്ട് എങ്ങനെ സംഭവിക്കണേ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് റിസർച്ച് ചെയ്തപ്പോൾ ഒരു കാര്യം അറിഞ്ഞു. നമുക്കറിയാവുന്ന കാര്യം ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഒരറിവ് നമ്മളോടൊപ്പം മണ്ണിലടിഞ്ഞ് ഇല്ലാതായിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇതിന്റെ പ്രധാന കാരണം യുദ്ധം തന്നെയാണ്. നമ്മുടെ രാജ്യം ഒരു ഡെവലപ്പിംഗ് കൺട്രി ആയതുകൊണ്ട് എക്സ്പോർട്ട് കുറവും ഇമ്പോർട്ട് കൂടുതലുമാണ്. നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ അധികം സാധനങ്ങളില്ല. അതുപോലെ വളരെ കോസ്റ്റ്ലി ആയ സാധനങ്ങളാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അതിൽ മെയിൻ ആയിട്ട് വരുന്ന 2 സാധനങ്ങളാണ് ഗോൾഡും ക്രൂഡ് ഓയിലും. അപ്പൊ ഇന്റർനാഷണൽ ലെവലിൽ നമുക്ക് ഇത് വാങ്ങണമെങ്കിൽ നമ്മൾ ഡോളേഴ്സ് കൊടുക്കണം. നമ്മുടെ ഇന്ത്യൻ റുപ്പി ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണെങ്കിൽ നമ്മൾ കൂടുതൽ ഡോളർ കൊടുക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ താഴ്ന്നു വരുന്നത്. അതിൽ മെയിൻ ആയിട്ടൊരു കാരണം ഈ യുദ്ധത്തിന് കാരണമായ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് എന്ന് പറഞ്ഞ വഴി കൂടിയാണ് നമ്മുടെ 50% ക്രൂഡ് ഓയിൽ വന്നുകൊണ്ടിരുന്നത്. 3000 ഷിപ്പുകൾ പൊക്കോണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പൊ വെറും 191 ഷിപ്പുകളാണ് അതിൽ കൂടെ പോണത്. അതുകൊണ്ട് ക്രൂഡ് ഓയിലിന്റെ റേറ്റ് അത്രയും കൂടിയിട്ടുണ്ട്. മുമ്പ് വെറും 60 സംതിങ് എത്ര ആയിരുന്നു, ഇപ്പൊ $119 ആണ്. ഇത് നല്ല രീതിയിൽ ഒരുവിധം എല്ലാ രാജ്യങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മോദി ആക്ച്വലി പറഞ്ഞത് മാക്സിമം വർക്ക് ഫ്രം ഹോം പ്രയോറിറ്റൈസ് ചെയ്യാനും ഗോൾഡ് വാങ്ങിക്കുന്നത് കുറയ്ക്കാനും. ക്രൂഡ് ഓയിലിന്റെ വരവ് എന്തായാലും നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. മാക്സിമം ഗോൾഡ് കുറയ്ക്കാൻ പറ്റിയ അത്രയും നല്ലത്. പക്ഷെ ചില രാജ്യങ്ങൾ ഇത് ബാധിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ്. ഇപ്പൊ ചൈന, വിയറ്റ്നാം പോലത്തെ രാജ്യങ്ങളിൽ എക്സ്പോർട്ട് ഭയങ്കര വലുതാണ്. അവരെ ഇമ്പോർട്ടിനെക്കാട്ടിലും വലുതാണ് എക്സ്പോർട്ട്. അതുകൊണ്ട് ഈ ഒരു പ്രശ്നം അവർ വലിയ കാര്യമായിട്ട് ബാധിക്കണമെന്നില്ല.